കോൺവെക്കേഷനാണ്. ആദ്യം ഇഷ്ടമുള്ള കോൺവെക്കേഷനിൽ നമുക്ക് മിമിക്രി എന്നാണ് തുടങ്ങുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. പോളിസാണല്ലേ? ഭാസ്കര, എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് ഓയിലാൻ കേസോ അക്കൗണ്ടിങ്ങോ ചെയ്യോ എല്ലാം പോരട്ടെ, എല്ലാം എന്റെ വക. ഏതൊരു സിനിമ കാണാൻ പോയാലും നമ്മുടെ ഒരു പരസ്യം കാണാൻ വരുന്നത് ശ്വാസകോശത്തിന്റെ ആ പരസ്യം തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ശ്വാസകോശം സ്പോഞ്ച് കൊള്ളുക ഒരു ശരാശരി പുകവലിക്കാരുടെ ഹൃദയത്തിൽ നിൽക്കുന്ന വിഷം പുകവലി നിങ്ങളെ ഒരു രോഗിയാക്കി വലിയ രോഗി. പുകവലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വില, ഫീസ് 15 രൂപ. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദമാണ്. ഇവിടെ വന്നിരിക്കുന്നതിന് എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു പാട്ട് പാടിത്തരാം. ഞാനും എൻ്റെ ആളും ഒരു 10-45 പേരും കൂടെ ഒരു പങ്കായക്കാരിയെ നോക്കി അതിൻ്റെ കേസാണ് ഇത്ര നാളെൻ്റെ തലയിൽ കിടന്ന് പറയുക. വിക്ക് വന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി നമുക്ക് പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ ശബ്ദമാണ്. ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരും നമസ്കാരമുണ്ട്. നിങ്ങളെല്ലാവരും മഞ്ഞ ഡ്രസ്സ് ഇടുന്നെങ്കിൽ മഞ്ഞ ലൈറ്റ് മഞ്ഞ പെയിന്റ് എനിക്ക് കുറേ കൂടെ ആ കാര്യത്തിലേക്ക് പോകാം. നമ്മുടെ ഉമ്മർ സാറ് ആക്ഷൻ ഹീറോ ബിജോൺ സിനിമയിലെ നെയ്യും കോളിയുടെ ഒരു 5 ഡയലോഗ് പറഞ്ഞ് ഇങ്ങനെ നോക്കാം. ഇത് ഒരു നാരി, നീ ആരോടാണ്, എവിടെ നിന്നാണ്, എങ്ങനെ സംസാരിക്കുന്നത് പോകുന്നത്? ട്രാൻസ്ഫർ കുറെ ഉണ്ടാകുന്നു. ഇനിയും മാതിരി പ്രശ്നങ്ങൾ എന്നെ വന്നേ നിന്നെ ഞാൻ വികാര ജീവിയെ കാലി തൂക്കി ഭിത്തിയിലടിക്കും. നമുക്ക് നമ്മുടെ ജംഗ്ലി റമ്യായ ലാൽ സാറിന്റെ ശബ്ദമാണ്. നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ നിവിൻ പോളി സാറ് ഇമോഷണൽ ആയിട്ട് പറയുന്ന രംഗം ലാൽ സാറാണ് പറയുന്നത്. എങ്ങനെയാ നോക്കാം. നല്ല സിനിമ നല്ല സിനിമ അപ്പൊ അവന്റെ പോലും എവന്റെ പോലും 10 പോലെ കൂടെ അല്ല മലയാള സിനിമ വാഴ്ത്തിക്കൊണ്ട് പോകും. അത് കൂടെ നിന്ന് 4-3 പേരാണ് അത് ഞാൻ കഴിച്ചു പോകാറ്. ഞാൻ അതിന് പറഞ്ഞ് തടി വെച്ച പോലീസ് വെച്ച് ഞാൻ ആ മനസ്സിനെ കളിയാക്കി പുറത്തേക്ക് പണികൊണ്ടുവന്നാ പുറത്തേത് പുറത്തേക്ക് വന്നൊരു കളിയാക്കുന്നതാ പുറത്തേത് പുറത്തേത് ആദിത്യ എൻ കണ്ണേ. നമ്മുടെ കൊച്ചിൻ അനീബ സാറിന്റെ ശബ്ദമാണ്. നമ്മുടെ മീശ മാധവൻ സിനിമയിലെ പിള്ളേച്ചൻ്റെ അടുത്ത് വന്ന് കണ്ണി കാണിച്ച കാര്യം ചോദിക്കുന്ന ശബ്ദമാണ്. പിള്ളേർ കണിയാർച്ചോട്ട് എന്താ കാണിച്ചത്? കൊടുക്കണോട്ടാ അയ്യേ പുറത്തേക്കട്ടെ വേണ്ട ചതിത്തോട്ടാ കുടിയതാണല്ലോ കേസ് കൊടുക്കണം. പിള്ളേച്ച പോലീസ് അന്വേഷിക്കണേ. അതാ ഈ താനൊക്കെ പ്രോത്സാഹനം നഷ്ടപ്പെട്ടോ? അല്ല ഞാൻ തിരുവനന്തപുരത്ത് പുറത്തേക്ക് വിളിച്ചു നോക്കിയാലോ. ഇവിടെ പ്രകാശ് രാജ് ഗില്ലി സിനിമയിൽ വിജയരെടുത്ത് പറയുന്ന ഡയലോഗാണ്. எங்கிட்ட 10 கோடி ரூபாய் எடுத்து போடா, 10 ரூபாய் சம்பாதிப்பேன். எங்கிட்ட 10 லட்சம் தங்கத்தை எடுத்து போடா, 10 ரூபாய் வாங்கிப்பேன். ஆனா நல்லது எடுத்து போடா எப்படிடா? அவன் வைஃப்டா, செல்லம், ஐ லவ் யூ டே. അമിതാഭ് ബച്ചൻ സാറ് നമ്മുടെ TVS ജൂപ്പിറ്റർ സ്കൂട്ടിയുടെ ഒരു മലയാളം പരസ്യം ചെയ്തിട്ടുണ്ട്. ആ പരസ്യം ഞാൻ ഒന്ന് അനുകരിച്ച് നോക്കാം. നിങ്ങൾക്കറിയാം ഒരു സ്കൂട്ടർ എന്നതിനേക്കാൾ വലിയ എന്താണ്? അതുകൊണ്ട് ഞങ്ങൾ നൽകുന്നു TVS ജൂപ്പിറ്റർ. ഇതിനോട് എക്സ്ട്രാ പവർ, എക്സ്ട്രാ മൈലേജ്, എക്സ്ട്രാ ഫീച്ചേഴ്സ്. TVS ജൂപ്പിറ്റർ, ജീവിതം മുന്നോട്ട്. നമ്മുടെ 6-ാം തമ്പുരാൻ സിനിമയിലെ വില്ലനായിട്ട് അഭിനയിച്ച നരേന്ദ്രപ്രസാദ് സാറിന്റെ ശബ്ദമാണ്. അവനിവിടെ വരും, അല്ലെങ്കിൽ ചാത്തന്മാർ അവനെ കൊണ്ടുവരും. അവന്റെ കണ്ണിലെ തീഷ്ണത എന്നെ വല്ല നല്ലതെന്നോ താനും അത് കണ്ടതല്ലേ. ഇനി നമ്മുടെ റിവ്യൂ പറയുന്ന ആറാട്ടണ്ണൻ, എല്ലാവരും പറയാം ആറാട്ടണ്ണൻ. നമ്മുടെ ആറാട്ടണ്ണന്റെ ശബ്ദമാണ്. നിങ്ങൾ ഹെഡ് ക്യാമ്പയിനാണ്. ഞാൻ ഇവിടെ റിവ്യൂ പറയാൻ വന്നപ്പോൾ ആദ്യം പറ്റി കാണുന്നത് ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്കെയാണ്, പൊളിയാണ്. എനിക്കിപ്പോൾ ക്രഷ് അടിച്ചിട്ടുണ്ട്, പല സാധനന്മാരും ഓക്കെയാണ്, സൂപ്പറാണ്, ഹോട്ടാണ്. എനിക്ക് നിങ്ങൾ ഹെഡ് ക്യാമ്പയിനാണ്. ഇനി കുറച്ച് സ്പോട്ട് അപ്പിംഗ് ആണ്.
കോട്ടമേ വീഡിയോ ആയിട്ട് ടപ്പ് ചെയ്യുന്നതാണ്, ട്രൈ ചെയ്യാം. இந்த ഫോട്ടോയിലുള്ള ആളുടെ ഒരു ഫാമിലി ഈ ഹോസ്പിറ്റലുണ്ട്. എവിടെയുണ്ട്? ഈ ആള് മൂന്ന് കൊല്ലപ്പണ്ട് അതിനാല് ഞാൻ പറയില്ല. எத்தனை கொலை? 3 கொலை. நான் எவ்வளவு கொலை பண்ணிருக்கு? டாக்டர் இல்லாம 96. 96. அப்ப நீதான் வின்னு. அப்படியே நின்னு ரைட்டு லெஃப்ட் 2வது ரூம் வண்ண பண்ணி நோக்கிக்கோ. அங்கச்சலாம். ஓ சாமி கும்பிடுறாரு. காது வேற டம்மி இல்லை. வெங்கடச்சலம். கங்க்ராச்சுலேஷன்ஸ். நேத்து நைட் டியூட்டி பார்த்தீங்களா? அந்த ஏடிஎம் 6வது வாட்டி திருடி போயிடுச்சு. அப்படியா? ஓ அதுவே உங்களுக்கு தெரியாதா? பாதுகாப்பெல்லாம் பலமா தானே போட்டுருந்தது. பார்த்து சிசிடிவில உங்க பாதுகாப்பு பலத்தை. അച്ഛാ എങ്ങനെയുണ്ട് നഴ്സുമാർക്ക്? 1-2 കൊല്ലം. ഇത്രയും സൗകര്യങ്ങളും കിട്ടിയുള്ള വല്ല വാതിലെങ്കിലും കിടന്നാൽ പോരായിരുന്ന? ഇവിടെ ആവുമ്പോ ടി വി ഉണ്ടല്ലോ. ഇന്നാണ് നൊമ്പരത്തിലെ തീറ്റയുടെ പ്രശ്നം. കൊച്ചിൻ്റെ അച്ഛൻ ബാബുവാണോ രമേശനാണോ എനിക്കറിയാം. ഷർട്ട് ഈ ഷർട്ടു നിന്നോട് ഞാൻ ആ പട്ടുകോളറിന് ചുണ്ടുമുട്ട് പിടിപ്പിച്ച പാർട്ടി ഇവരെടുക്കാൻ എന്നെ പറഞ്ഞത്. അപ്പോൾ എന്താ പറയണേ, പൂലയിലെ കൂടെ ഒരു ദിവസം താമസിക്കരുത്. അകത്തം കിടക്കുന്ന ഇഷ്ടം പോലെ ഇപ്പോഴത് എന്താ തീർക്കുള്ള പരിപാടിയാണോ? നല്ല മഞ്ഞൾപ്പൊടിയും നല്ല ഗരം മസാല വെച്ച് നമുക്കാണെങ്കിൽ ഗ്രില്ല് ചെയ്താലോ? ശരതേ ഒരു കോടി 25 ലക്ഷം രൂപ. പണ പൊട്ടണ ഇത്ര എണ്ണ ചെയ്തോണ്ടിരിക്കണ പൊട്ടണ. 1 കോടി 25 ലക്ഷം രൂപയ്ക്ക് കാർ വാങ്ങി പാവപ്പെട്ട ടെക്നീഷ്യൻസിന് കാശ് കൊടുക്കണേ. സിമ്പിൾ. ചാവ വളരെ സിമ്പിളാണ്. പവർഫുൾ. ഭയങ്കര പവർഫുള്ളാണ്. ചാവ വളരെ സേഫാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അഞ്ചലിക്ക് മനസ്സിലാവോ? മനസ്സിലാണെങ്കിൽ പറയണം. എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മനസ്സിലായില്ലെങ്കിൽ പറയണം. ഓക്കെ. 1385 ഹംസക്കയുടെ ഓട്ടോറിക്ഷ പൊക്കിയത് താൻ പറഞ്ഞിട്ടാണ്. വെറുതെ പൊക്കാനല്ല, 2 കൊടുത്തിട്ട് കൊണ്ടുവരാനാ പറഞ്ഞത്. അല്ല ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? എന്റെ അമ്മൂമ്മ ചിങ്കം അമ്പത്തൂർ ചിങ്കം. ഇമ്പോർട്ട് ചെയ്ത തമിഴൻ ഗുണ്ടാണ്. ചാവി വേണമാ? എടുത്തുക്കോ. ഒന്നാളെ മുടിച്ചാ എടുത്തുക്കോ. എന്നമ്മേ എന്ന பொன்னாலும் வளர கொஞ்சம் காதல் வளர உள்ளவேக்கோ வளர அப்ப வந்தால் தேடியே சொந்த நேரம் நிற்குது மோகத்துக்குது வாழ்ந்து தக்கிடுமா அந்த கூட்டி வச்சது வந்தொடச்சுதுமா தந்த நேர நிற்கிது நான் நடக்கிது ஒன்னடக்குதுவா அன்ப தேடி நிற்கிது ஒன்னடச்சுதுவா. അപ്പോൾ സൂപ്പർ പാട്ടാണ്. താങ്ക്സ്. இல்லை சொன்னதெல்லாம் உண்மைதான். என்ன பண்ணலாம் சொல்லுங்க. சார் என்ன கஷ்டப்படும் உங்களை டிரைவர் எங்களை என்ன சார் பண்ண முடியும்? சரி, நீ ஒரு சாதாரண உன் கையில் அவன் மாட்டான்.
என்னையா பண்ண சார் அவனையெல்லாம் அடிச்சு மூஞ்சி முறையெல்லாம் அடிச்சு இந்த ரோட்ல இல்ல பிரிட்ஜுக்குள்ள தலைக்கிற தூக்கி விடுங்க சார். ആയിരിക്കും കുറഞ്ഞെന്നും വേണ്ട കൂടി ഒരു തെറ്റൊക്കെ അത് പോത്തിയാവായിരിക്കും. അതുകൊണ്ട് സാർ നല്ല പച്ച മലയാളത്തിൽ ആ കുട്ടിയാണ് ചെറിയ മാപ്പലാണ് പറയുന്നത്. ഇത്തിരി പോലെ പോലെ പിന്നെ എൻ്റെ പേര് പഠിപ്പി ആ പണിയെടുക്കുമ്പോൾ ചിലപ്പോൾ കയ്യോ കലോ തൊട്ടോ അങ്ങോട്ടോ ചില കയറിക്കും. അതൊക്കെ മറ്റേ പറ്റ കണ്ടെടുക്കുന്നത് അവളുടെ മനസ്സിൽ പറയുന്നത് കൊണ്ടാണ്. അതിൻ്റെ പേരും പറഞ്ഞ് പള്ളിക്കുള്ളാൻ പോലും കാണാത്തമാർ കയറി വന്നാണ് മാപ്പ് ഗോപ്പെന്നൊക്കെ ആജ്ഞാപിച്ചാൽ അതനുസരിക്കുക. രമേശിൻ്റെ പട്ടി വരാൻ പോലീസിനെ പറഞ്ഞു